ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു കേക്കിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു 1 kg കേക്കിന് ഐസിങ്ങിന് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷ് തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുള്ള സോസ് പാനാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 250 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 200-ൻ്റെ കപ്പാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കപ്പും അതോടൊപ്പം ഒരു 1/4 കപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. തിളച്ചു പോകരുത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. 250 ml വിപ്പിംഗ് ക്രീമിന് 500 ഗ്രാം ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ഇവിടെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാനൊക്കെ ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തരിയോ കട്ടയോ ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് ചോക്ലേറ്റ് ഗണാഷ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ മൂടി വയ്ക്കുന്നുണ്ട്. ഞാനിത് തലേ ദിവസമാണ് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഐസിങ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രീമിൻ്റെ രൂപത്തിൽ വരും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഗണാഷ് തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അതിങ്ങനെ ഒരു കട്ടിയായിട്ടുള്ള ഫോമിലേക്ക് വരും. അപ്പോൾ ഇതേ പിറ്റേ ദിവസമായിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗണാഷ് എങ്ങനെയായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതേ കണ്ടോ, ഇതേപോലത്തെ ഒരു കട്ടിയായിട്ടുള്ള ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ കേക്ക് ടിൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ആദ്യം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർ പേപ്പർ സൈഡിലും താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കും ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള ബൗളും അരിപ്പയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇവിടെ 200 ml കപ്പാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റ് കൊക്കോ പൗഡർ ആയതുകൊണ്ട് ആണ് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ അരിച്ചെടുക്കുക. 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. ഞാനിവിടെ 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ചൂടുള്ള പാലാണ്. 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഇവിടെ 3/4 കപ്പ് പഞ്ചസാര ഇതേപോലെ നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ സൈസൊക്കെ ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 4 മുട്ട എടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് വീഴാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിനി ഇത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതേ അപ്പോൾ ആ മുട്ട നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1.5 ടീസ്പൂൺ വാനില എസൻസും അതോടൊപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ മിക്സ്, ചോക്ലേറ്റ് മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. വാനില എസൻസ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളും.
അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പതിയെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ മുട്ട പൊങ്ങി വന്നിട്ടുള്ളതൊക്കെ താന്നു പോവും. ഞാനിവിടെ പതിയെ തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം. അതിന് മുന്നേ ആയിട്ട് 1/2 ടീസ്പൂൺ വിനീഗർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എയർ ബബിൾസ് ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്യുന്നത്. 10 മിനിറ്റായിട്ട് പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുക്കറാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 30 to 35 മിനിറ്റ് വരെ എടുക്കും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. അതോടൊപ്പം 3 ഡ്രോപ്സ് വാനില എസൻസും 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വയ്ക്കാം. 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ അതേ ടൂത്ത് പിക്കിലൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം ആറാനായിട്ട്. നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് ഡിമോൾഡ് ചെയ്യാറ്. ഈ ഒരു കേക്ക് നല്ല സോഫ്റ്റാണ്. ഇനി കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിന് മുന്നേ ആയിട്ട് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ലെവൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത് മുന്നിട്ടിരിക്കുന്ന കേക്കിൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഇനി ഈ 3 ലെയറിലേക്കും കുറേശ്ശെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ബാക്കിയുള്ള ഷുഗർ സിറപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു കേക്ക് ടൈം ടേബിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ടൈം ടേബിൾ നിർമ്മിക്കുന്ന വീഡിയോ ഈ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റുന്ന കേക്കിൻ്റെ ലെയറാണ് ഇവിടെ ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്രീം ഫില്ല് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ക്രീം അധികം തിക്കിൽ വെച്ച് കൊടുക്കുന്നില്ല, കാരണം ഇതൊരു ഓർഡർ വന്നിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് ക്രീം അധികം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതിനുശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചോക്ലേറ്റും അല്ലെങ്കിൽ കാഷ്നട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ലെയറിലും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെയറൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും പുറമെ നമുക്ക് ക്രീം വെച്ചിട്ട് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി സൈഡൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ കേക്കിന് മുകളിൽ ക്രീം ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലെവലാക്കിയിട്ട് സ്പാച്ചുല ചെറു ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ തന്നെ കിട്ടും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ കേക്ക് ഐസിംഗ് ഒക്കെ ചെയ്ത് ലെവലാക്കി പെർഫെക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ചെറിയ ചെറിയ ഡെക്കറേഷൻസ് നമുക്ക് ചെയ്ത് കൊടുക്കണം. കേക്കിന് സെറ്റാവാനായിട്ട് 1 മണിക്കൂറത്തേക്ക് ഫ്രീസറിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ചോക്ലേറ്റ് ഗണാഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ആ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ കേക്കിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്.
ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. നമ്മളിവിടെ 1 മണിക്കൂറിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ബീറ്റ് ചെയ്തെടുത്ത ആ ഒരു ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കേക്കിൻ്റെ സൈഡിലാണ് ഞാൻ ആദ്യം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, വെറുതെ ഒന്ന് വരച്ചു കൊടുത്തേച്ചാൽ മതി. അതായത് നമ്മൾ വരയ്ക്കുന്നത് പോലെ കണക്ട് ചെയ്തൊന്ന് ചരിച്ചൊക്കെ വരച്ചു കൊടുക്കുക. അതാണ് ഈ ഒരു കേക്കിൽ ഞാൻ ചെയ്യുന്ന ഡിസൈൻ. ഇപ്പോൾ ഞാനിവിടെ സൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിൽ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് ഒന്ന് റൗണ്ടിൽ ഒന്ന് ക്രീം വെച്ച് കൊടുക്കുകയാണ്. അതിന് ഒരു ഇഞ്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി റൗണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു ഡിസൈനാണ് നമ്മൾ സൈഡിലും ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആ ഒരു റൗണ്ട് ഫില്ല് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ചോക്ലേറ്റ് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഡെക്കറേഷൻസ് ആണ് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ കേക്കിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി എഴുതണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത സൈഡിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മളിവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആദ്യം എന്ന് എഴുതുകയാണ്. കുറച്ച് പ്രാവശ്യമൊന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ കേക്കിന് മുകളിൽ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹോം ബേക്കേഴ്സൊക്കെ ആവാനായിട്ട് ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.